ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പക്കാവടയാണ്. പക്കാവട എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ചേരുവകൾ: കടലമാവ് 2 കപ്പ്, അരിപ്പൊടി 2 കപ്പ്, പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1 ടേബിൾ സ്പൂൺ, എണ്ണ 1 ടീസ്പൂൺ, കറിവേപ്പില ചെറിയ കപ്പ്. നമുക്കതിന് വേണ്ടി മാവ് കുഴച്ചെടുക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് കടലമാവ്, 2 കപ്പ് അരിപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, മുളക് പൊടി എരിവുള്ളത്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്കാവട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതാണ് പക്കാവട ഉണ്ടാക്കുന്നതിനുള്ള ചില്ല്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാവിട്ടിടാം. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് പക്കാവട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. മൂത്തിട്ടുണ്ട്. ഇതധികം മൂക്കാൻ വേണ്ടി നിൽക്കണ്ട. നമ്മുടെ ആറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഇത് മൂക്കും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മൂക്കാൻ വേണ്ടി നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് നമുക്കിത് കോരിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.